ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗോപകുമാറാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല ബിസിനസ് ആശയങ്ങൾ തേടിയിട്ടാണ് ഈ ഒരു ചാനൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വാച്ച് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ എല്ലാ 2 ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് ഷെയർ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് ആക്ച്വലി പതിവിന് വിപരീതമായിട്ട് ആശയങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു എക്സ്ട്രാ ഒരു ബൂസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക, കാരണം ഒരുപാട് വാല്യൂ അഡീഷണൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. ആദ്യം ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ മാസം നമ്മുടെ ഈ ഒരു ചാനൽ എനിക്ക് തോന്നുന്നത് 1.1 മില്യൺ ആൾക്കാരാണ്, അത് 11 ലക്ഷത്തിലധികം ആൾക്കാരാണ് കണ്ടത്. അപ്പം ആക്ച്വലി പക്ഷേ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ വെറും 8000 ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, വെറും 8000. അപ്പം 11 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് 8000 സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ അഡീഷൻ കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒരു വലിയൊരു അപ്രീസിയേഷനാണ്, ഞങ്ങളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു അപ്രീസിയേഷനാണ്. അപ്പം ഈ ഒരു ആശയങ്ങൾ തേടി നടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ചാനലിൽ ആശയം ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇതെനിക്ക് പറ്റും, ഇതെനിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ഈ ഒരു ആശയത്തിൽ തന്നെ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അല്ലേ. അതായത് അവരുടെ ലൊക്കേഷൻ, അവരുടെ കപ്പാബിലിറ്റി, അവരുടെ പാഷൻ, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് മാറ്ററാണ്. പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ ടേസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ് മാറ്ററാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ആശയം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല സംരംഭം എപ്പോഴാണ് വിജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എലമെൻറ്റ്സ് വരുമ്പോഴാണ് മെയിനായിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്, 4 എലമെൻറ്റ്സാണ് വരിക. ഒന്നാമതെന്ന് പറയുന്നത് ഹൗ ചാലഞ്ചിങ് ഈസ് യുവർ പ്രോബ്ലം എന്നാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന പ്രോബ്ലം എത്രമാത്രം ചാലഞ്ചിങ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെയിൽ നടക്കുന്ന എപ്പോഴാണ്? ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് സെയിൽ നടക്കുന്നത്. അപ്പം കസ്റ്റമറിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്, അവിടെ ഒരു ചലഞ്ച് ഉണ്ടാകുന്നു. ആ ചലഞ്ചിനെ ഒരു കമ്പനി സോൾവ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ് ആശയത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ചലഞ്ചിങ് അനാലിസിസ് ആണ്. ഒരു ചാലഞ്ച് അനാലിസിസ് ആണ് നടത്തേണ്ടത്. എന്താണ് ചാലഞ്ച് അനാലിസിസ്? അതായത് ഈ ഒരു പ്രോബ്ലം സമൂഹത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, സമൂഹത്തിൽ എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതാണ് നമ്പർ 1. നമ്പർ 2, ആ ചാലഞ്ചിങ് ആണെന്ന് കണ്ടു, പക്ഷെ നമ്മൾക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് ഇതാണ്, നിങ്ങളുടെ സ്കിൽസ് എത്രമാത്രം ഉണ്ടെന്ന്. അതായത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിൽ എത്രമാത്രം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കര ബൂമിംഗ് ആണ്. ഒരുപാട് ആൾക്കാർ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമുക്ക് മലയാളം കണ്ടൻറ്റുകളിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, മലയാളത്തിൽ ഇപ്പം ചാറ്റ് GPT എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൻ്റെ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് മലയാളം വേർഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് AI ചാറ്റ് ബോട്ട്സ് മലയാളത്തിൽ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതാണ് ഞാൻ കാണുന്നൊരു ചലഞ്ച്. പക്ഷേ അവിടെയുള്ള സബ്സ്ക്രൈബിൽ എൻ്റെ സ്കിൽസ് അവിടെ മാച്ച് ആവുക നോക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ബിസിനസ് ഫീൽഡിൽ തന്നെയാണുള്ളത്. എൻ്റെ മെയിൻ കോർ ഏരിയ അതൊന്ന് സെയിൽസ്, മാർക്കറ്റിംഗ് ഒക്കെയാണ്. ഐ എം നോട്ട് ഇൻ ടു ഡെവലപ്മെൻറ്റ്. അപ്പോൾ എൻ്റെ സ്കിൽസ് അവിടെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചലഞ്ച് വേഴ്സസ് സ്കിൽസ് നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് ചാടി എടുത്ത് കടക്കാൻ പാടുള്ളൂ. സ്കിൽസ് കുറവുണ്ടെങ്കിൽ സ്കിൽസ് എങ്ങനെ നമുക്ക് അക്വയർ ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു കസ്റ്റമർ, ഒരാളെ ഹയർ ചെയ്യണോ വേണ്ടത്, നിങ്ങൾ സ്വയം പഠിക്കുകയാണോ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽസാണ്. നമ്പർ 3 എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ആക്ച്വലി ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ സ്റ്റോറി പറയാം. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ലീവായിരുന്നു. സാറ്റർഡേ സൺഡേ ലീവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഞാൻ ആക്ച്വലി കരോൾ ബാഗിലും ചാന്ദിനി ചൗക്കിലും ഈ ഗഫാർ മാർക്കറ്റിലൊക്കെ ഞാൻ പോവും. എന്നിട്ട് ഞാൻ വെറുതെ പോവും. ആക്ച്വലി ഒന്നും വാങ്ങിക്കാനല്ല, ജസ്റ്റ് വെറുതെ പോവും. ആക്ച്വലി എനിക്ക് അവിടെ ഒന്നും നേടാനുണ്ടായിരുന്നില്ല, ഒന്നും കൊടുക്കാനുണ്ടായിരുന്നു, വാങ്ങുന്നത്. ഐ ജസ്റ്റ് വാക്ക്. ആ സ്ട്രീറ്റിലൂടെ ഞാൻ ഇങ്ങനെ നടക്കും. പക്ഷേ ഡൗൺ ദ ലൈൻ ഒരു 8-9 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പം മാറ്ററായി. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഒരുപാട് നോർത്ത് ഇന്ത്യയിലെ വീഡിയോ ഇടാറുണ്ട്. നോർത്ത് ഇന്ത്യയിലെ വീഡിയോ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും മുമ്പ് പോയ സ്ട്രീറ്റുകളിൽ അവിടെ ആൾക്കാർ അവിടെ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്, അവിടെ എങ്ങനെയാണ് ധൃതി നടക്കുന്നത്, അവിടെ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കൊരു 8 വർഷം മുമ്പ് അറിയുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്ക് മാറ്റർ ആവാൻ തുടങ്ങി. അതേപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റ്സിലും നിങ്ങൾ എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഓൺ ആയിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കുക.
3 ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കറിയാം സഫീഷ്യൻ്റായിട്ട് ഒരു ചക്രം തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി വേണം, ഓയിൽ വേണം അല്ലേ? ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? അതിന് ടോപ്പിൽ കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ പാഷൻ എന്ന് പറയാം. നിങ്ങൾ എത്രമാത്രം പാഷനേറ്റാണ് ആ ബിസിനസ്സിനോട് എന്നുള്ള ഓർമ്മയ്ക്കാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. എത്രമാത്രം പാഷനേറ്റാണ്. ഈ 4 കാര്യങ്ങളും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സക്സസ്ഫുള്ളി ഒരു ബിസിനസ് നന്നായിട്ട് റൺ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ആൾക്കാരിലും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരിലും ഒരുപാട് ആൾക്കാർ പുതുതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഒരു വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയ കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, നമ്മൾ ഏത് തരത്തിലാണ് നോക്കേണ്ടത്, എത്ര ക്വിക്കായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് അവൈലബിൾ ആണ്, ഫ്രീ ടൂൾസ് എന്തൊക്കെയാണ്, ₹1 ചിലവില്ലാതെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ₹1 ചിലവില്ലാതെ നമുക്ക് കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിക്കാം, വാട്സപ്പ് കാറ്റലോഗിങ്, നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, ഞാൻ ഇന്ന് പഠിച്ച കാര്യം 8 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ച്വലി ഒരു മെൻറ്റർ എന്നുള്ളൊരു ആൾ വേണം. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിനോട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സോ ഐ ക്യാൻ ടീച്ച് യു ബെറ്റർ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു കോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊരു 10ാമത്തെ ബാച്ചാണ്. 9 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിട്ടുള്ള, ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഒരുപാട് ആൾക്കാർക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക്ഷോപ്പ്. 3 ദിവസമാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. 7, 8, 9 തീയതികളിൽ. 9 എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ 3 ദിവസങ്ങളിൽ രാത്രി 8:30 മുതൽ 9:30 വരെ ഹാൻഡ്സ് ഓൺ ആയിട്ട് ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. ₹499 ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ചാർജ്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന 20 ആൾക്കാർക്ക് 349 വെറും ₹349 ഈ ഒരു വർക്ക്ഷോപ്പ് കിട്ടും. ഹ്യൂജ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 3 ദിവസത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ റെക്കോർഡ്സ് അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു, ഡേ 1 നമ്മൾ പഠിക്കുക, നമ്മളെന്താ പറയേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഐഡിയേഷൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഹോൾസെയിലേഴ്സിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക, നല്ല ഹോൾസെയിലേഴ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. സെക്കൻഡ് നമ്മൾ ഇ-കൊമേഴ്സ് കാറ്റലോഗിങ്, ഇ-കൊമേഴ്സിൻ്റെ കാര്യങ്ങളും ഇ-കൊമേഴ്സിലൂടെ എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ഒരു വെബ്സൈറ്റ് എങ്ങനെ സീറോ കോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പഠിക്കും. തേർഡ് ഡേ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ 10th ബാച്ചാണ്. ഹ്യൂജ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇത്തവണ ചെയ്യുന്നത്. തീർച്ചയായിട്ടും താല്പര്യമുള്ള എല്ലാ ആൾക്കാരും, കഴിഞ്ഞ 2-3 ബാച്ചുകൾക്കൊക്കെ നല്ല റെസ്പോൺസും അവർക്കൊരു ഓൾ ടുഗദർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയൊരു പ്രോഗ്രാമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ആദ്യത്തെ 20 ആൾക്കാർക്ക് ജസ്റ്റ് 349 ആണ്. അത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 499. അപ്പം എന്തിനാണ് ഒരു ഫീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നിങ്ങൾക്കറിയാം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാൻ ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് വെച്ച് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ചെറിയൊരു നോമിനൽ ഫീസ് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കും ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇറ്റ് വിൽ ബി എ ഗുഡ് സെഷൻ. അപ്പം ജോയിൻ ചെയ്യാം. അപ്പം ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വർക്ക്ഷോപ്പിലേക്ക് വെൽക്കം. ഇനിയും നല്ലൊരു അടിപൊളി ഇന്നോവേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.